PV അൻവർ MLA പരാതികൾ CPIM അന്വേഷിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിക്കെതിരായ ആരോപണങ്ങളും അന്വേഷിച്ചേക്കും. പി ശശിക്കെതിരായ ആരോപണം പരിശോധിക്കുമെന്ന് LDF കൺവീനർ. ആരോപണങ്ങളോ തനിക്ക് ഭയമില്ല എന്ന് പി ശശി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. താൻ തുടങ്ങിവെച്ചത് ലോബിക്കെതിരായ വിപ്ലവമെന്ന് PV അൻവർ MLA. പാർട്ടിക്കും ദൈവത്തിനും മുന്നിൽ മാത്രമേ കീഴടങ്ങുകയുള്ളൂ. മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയെന്നും അൻവർ. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. എൻ്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാണ്. മുഖ്യമന്ത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങൂ എന്ന് KT ജലീൽ. ആരോപണങ്ങൾ ഗൗരവതരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ്. പോലീസുകാരെ കൊണ്ട് തൃശൂർ പൂരം കലക്കിച്ചത് മുഖ്യമന്ത്രി. RSS നേതാവിനെ കാണാൻ ADGPയെ മുഖ്യമന്ത്രി അയച്ചുവെന്നും VD സതീശൻ. MR അജിത് കുമാറിന് RSS ബന്ധമുണ്ടെന്നും ആരോപണം. RSSുമായി ചർച്ച നടന്നതിനെ കുറിച്ച് അറിയില്ല എന്ന് ബിനോയ് വിശ്വം. ഇടത് നേതാക്കൾക്ക് പങ്കുണ്ടാകില്ലെന്ന് VS സുനിൽകുമാർ. നിവിൻ പോളി ക്രൂരമായി പെരുമാറിയെന്ന് പരാതിക്കാരി. 3 ദിവസം മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു. മയക്കുമരുന്ന് കലർത്തിയ വെള്ളം കുടിപ്പിച്ചുവെന്നും ആരോപണം. നിയമ നടപടിയുമായി നിവിൻ പോളി. നടിയുടെ ലൈംഗിക പരാതികളിൽ രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. രഞ്ജിത്തിന് സ്റ്റേഷൻ ജാമ്യം കിട്ടും. ഇടുക്കി ചൊക്രമുടിയിൽ അനധികൃത നിർമ്മാണത്തിൽ ഇടപെട്ട സർക്കാർ. ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം. ചൊക്രമുടിയിൽ അനധികൃത നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് കേരള വിഷൻ ന്യൂസ്. പാപ്പനംകോട് ഇൻഷുറൻസ് ഓഫീസിലെ തീപിടുത്തത്തിൽ മരിച്ച രണ്ടാമത്തെയാളെയും തിരിച്ചറിഞ്ഞു. മരിച്ചത് വൈഷ്ണയുടെ ഭർത്താവ് ബിനു തന്നെയെന്ന് സ്ഥിരീകരണം. DNA പരിശോധനയിൽ.